ecosystem. When I put the word ecosystem, it's a combination of living and non-living components. It's a combination of living and non-living components. എന്ന് പറയുമ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതും കൂടെ ചേരുമ്പോൾ വരുന്ന ഒരു കൺസോർട്ടിയം, അതിന് പറയുന്ന പേരാണ് എക്കോസിസ്റ്റം എന്ന് പറയാം. ഇറ്റ്സ് എ കോമ്പിനേഷൻ ആർ കൺസോർട്ടിയം ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്, എക്കോസിസ്റ്റം. ഓക്കെ, ഈ വാക്ക് ആദ്യം പറഞ്ഞ ആളുടെ പേര് ഓർത്തോളും. വിറ്റാക്കർ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിറ്റാക്കർ എന്ന് പറയുന്ന വളരെ ഫേമസ് ബയോളജിസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, അതിൻ്റെയും ആള് വിറ്റാക്കറാണ്. 2 ഔട്ട്ബ്രേക്കാണ് അയാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഹിസ് ദ ഫസ്റ്റ് മാൻ ഇൻ ബയോളജി ഡിക്ലെയർഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. മുമ്പൊക്കെ നമ്മൾ പ്ലാന്റ് അനിമൽ എന്നൊക്കെ പറഞ്ഞു പോയി, ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, 5 കിങ്ഡമേ ഉള്ളൂ. വിറ്റാക്കറാണ്. 2, ഹിസ് എ മാൻ ഹു കോയിൻഡ് ദ വേർഡ് കോൾഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. Okay, I repeat the word. Ecosystem means it's a combination of living and non-living components. Okay, then what the word refers? Diversity of organisms and the components in different ecosystem is called with the term ecosystem diversity. For example, if I take a pond as an ecosystem, is it similar to a marine ecosystem? No, different. So what we put the word ecosystem? Mini symbol ആണ് ഡൈവേഴ്സിറ്റി ഓഫ് ഡിഫറെൻറ്റ് എക്കോ സിസ്റ്റം ആർ ഡിഫറെൻറ്റ് ഹാബിറ്റേറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞ ഹാബിറ്റേറ്റ്സ്, 2 ഹാബിറ്റേറ്റ് തമ്മിൽ വരുന്ന വ്യത്യാസത്തിന് പറഞ്ഞ പേരാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇനി ഇവിടെയാണ് ചോദ്യം പിന്നെയും വരാം. ഇത് 3 തരത്തിലാണ് വരുന്നത്. ആൽഫ ഡൈവേഴ്സിറ്റി ഉണ്ട്, ബീറ്റ ഡൈവേഴ്സിറ്റി ഉണ്ട്, ഗാമ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി 3 പ്ലേസ്മെന്റിലാണ് വരുന്നത്: ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ ഡൈവേഴ്സിറ്റി is commonly called with the term local diversity. ചോദ്യം എപ്പോഴാണ് വരത്തുള്ളൂ, കാരണം ടെക്നിക്കായിട്ട് വേർഡ് തരത്തില്ല അവർ. ലോക്കൽ ഡൈവേഴ്സിറ്റി. ബീറ്റ ഡൈവേഴ്സിറ്റി is commonly called with the term community diversity. Gamma diversity is commonly called with the term regional diversity. So again I classify the diversity into ecosystem diversity into 3: alpha, beta, gamma. Alpha diversity referring local diversity, which means diversity within an ecosystem is commonly called alpha diversity. Diversity within an ecosystem is called alpha diversity. For example, if I study pond ecosystem, I place the word local diversity. If I study tropical evergreen diversity at Ponmudi Hills, then I put the word local diversity. If I study the marine ecosystem at Kovalam, then I put the word local diversity. But the meaning is that diversity within a ecosystem, we brand the word local. Okay, അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് മാത്രം പഠിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ലോക്കൽ. If I go for diversity between the ecosystems, I place the word community diversity. ഇപ്പോൾ ഞാൻ എവർഗ്രീൻ ഫോറസ്റ്റ് ഓഫ് പൊന്മുടിയും എവർഗ്രീൻ ഫോറസ്റ്റ് ഓഫ് മൂന്നാർ ഹിൽസും 2 ഡിഫറെൻറ്റ് ഏരിയയാണ്. സോ ഇഫ് ഐ സ്റ്റഡി ബോത്ത് സിസ്റ്റം, ദെൻ ഐ പ്ലേസ് ദ വേർഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോളും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വേർഡിംഗ് ഒക്കെ ഇങ്ങനെ തൊട്ടും തൊടാതെയും ഒരു തരും. വിത്തിൻ ആൽഫ, ബിറ്റ്വീൻ ബീറ്റ. എളുപ്പം അതാണ്. ആ വേർഡ് ഒന്ന് ഓർത്താൽ മതി. ഒരു സിസ്റ്റത്തിനകത്ത് മാത്രമാണെങ്കിൽ നിങ്ങളിത് പറയണം ആൽഫ എന്ന് പറയും. 2 സിസ്റ്റം തമ്മിൽ കമ്പയർ ചെയ്തെടുത്താൽ ബീറ്റ. ഓക്കെ, 2 എണ്ണമേ പാടുള്ളൂ. അത് സിമിലറും ആവാം, ഡിഫറൻറ്റും ആവാം. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിറ്റി വിത്തിൻ എക്കോസിസ്റ്റം വിച്ച് മേ ബി സിമിലർ or which may be different. Regional. Suppose I study the ecosystem along the western Ghats of India, then I put the word region. Suppose I study the diversity of ecosystem in Ponmudi Hills, I put the word region. കാരണം പൊന്മുടി എന്ന് പറയുന്നത് 2 അല്ല കാണുന്നത്, 6 or 7 എക്കോസിസ്റ്റം ഉണ്ട്. എവർഗ്രീൻ ഉണ്ട്, സെമി എവർഗ്രീൻ ഉണ്ട്, മോസ്റ്റ് ഡെസിഡ്യൂസ് ഉണ്ട്, ഡ്രൈ ഡെസിഡ്യൂസ് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്, സ്ക്രബ് ജംഗിൾ ഉണ്ട്. കണ്ടോ? അപ്പം ഞാൻ 5 or 6 എക്കോസിസ്റ്റം ആ ഏരിയ മൊത്തം പഠിക്കുകയാണ്. ഏരിയ മൊത്തം പഠിക്കുമ്പോൾ മാത്രമേ എന്ത് വരത്തുള്ളൂ?
അപ്പം അത് ചെറിയ ഏരിയ ആവാം, വെസ്റ്റേൺ ഗാട്സ് പോലെ എന്താണ് 6 സ്റ്റേറ്റിൽ കവർ ചെയ്യുന്ന ഏരിയ ആവാം. Then I put the word regional. Okay, but the word meaning is that within a ecosystem local, between the ecosystem community, entire ecosystems, I put the word regional. But that's the word biodiversity refers. All simple questions are, but it may confuse you. അപ്പം ഓർക്കേണ്ട വേർഡ് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് സ്പീഷീസ് റിച്ച്നെസ്, 2 സ്പീഷീസ് ഈവൻനെസ്, 3 ലോക്കൽ കമ്മ്യൂണിറ്റി റീജിയണൽ. 5 വേർഡ് മതി, ബാക്കിയെല്ലാം മറന്നേരെ. ഈ 5 വേർഡ് മാത്രം ഒന്ന് ഓർത്തുന്നതാണ്. അപ്പോൾ പറയുന്നതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിച്ചു പോവുക, എല്ലാം ഒന്നും ചോദിക്കത്തില്ല. ഈ 5 വേർഡ് ഒന്ന് ഓർത്തോളണം: ഈവൻനെസ്, റിച്ച്നെസ്, ലോക്കൽ, കമ്മ്യൂണിറ്റി ആൻഡ്. ഓക്കെ, ഇനി അടുത്ത് സെക്കൻഡ് പോയിന്റിലോട്ട് പോവാം. നോക്കാം, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കുറച്ച് വേർഡ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ജോഗ്രഫിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അങ്ങോട്ട് ഞാൻ കയറുന്നില്ല. നമുക്ക് നോർമലി കുറച്ച് വേർഡ് ഇതിനകത്ത് വരുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റിക്കകത്ത്. ഒന്ന് റിലം എന്ന് പറയുന്ന വാക്ക് മിക്കവാറും നിങ്ങൾ ജോഗ്രഫിയിൽ കേട്ട് കാണും. ഇങ്ങനൊരു വാക്ക് പറയും, റിലം. 2 ബയോം എന്ന് പറയുന്നൊരു വാക്ക്, അതും കേട്ട് കാണുന്നു. 3 ബയോജോഗ്രഫിക് റീജിയൻസ്. 2 ബയോജോഗ്രഫിക് പ്രോവിൻസസ്. നോർമലി നിങ്ങൾ ജോഗ്രഫിയിൽ ഇത് പറയാതെ പോകാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ജോഗ്രഫിക്കകത്ത് മുഴുക്ക വരുന്ന വേർഡുകളാണ്. എനിക്കിതിനകത്ത് ജോഗ്രഫി ഒന്നും പറയണ്ട. വാട്ട് ഐ വാണ്ട് ടു നോ ഇസ് ദാറ്റ് വാട്ട് ഇറ്റ് റെഫേഴ്സ്, വാട്ട് ഇറ്റ് ഇംപ്ലൈസ് ഒന്ന് പറയാം. അത് 4 വേർഡാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. 1 റിലം, 2 ബയോം, 3 ബയോജോഗ്രഫിക് റീജിയൻസ്, 4 ബയോജോഗ്രഫിക്കൽ പ്രോവിൻസസ്. ഓക്കെ, നോക്കാം, ശ്രദ്ധിക്കുക. റിലം, ഇന്ത്യ ജോഗ്രഫി മുഴുക്ക എടുത്ത് നോക്കിയാൽ, കാശ്മീർ ടു കേരള എടുത്ത് നോക്കിയാൽ, ഇറ്റ് എൻറ്റർലി ഫാളിങ് അണ്ടർ 2 റിലംസ് ഓഫ് ഇന്ത്യ. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ജോഗ്രഫീനെ നമുക്ക് 2 റിലത്തിനകത്ത് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇന്ത്യ എത്ര റിലമേ ഉള്ളൂ? 2. അപ്പോഴാണ് ഞാൻ ജോഗ്രഫി പറയാൻ കാണും. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി മുഴുക്ക എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി ക്ലാസിഫൈഡ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ 2 റിലംസ് ഇൻ ഇന്ത്യ. മൊത്തം ഗ്ലോബിൽ ഇതിന് 7-8 ഉള്ളൂ. ഇപ്പോൾ 2 റിലം ഇന്ത്യ മുഴുക്ക അതിനകത്ത് എന്ത് ചെയ്യും, ഫാളിൻ ആവും. ഒന്ന് പാലി ആർട്ടിക് റിലം എന്ന് പറയാം, 2 ഇൻഡോ മലയൻ റിലം എന്ന് പറയാം. അപ്പോൾ ചോദ്യം മനസ്സിലായോ? ഇന്ത്യയിൽ 2 റിലമേ ഉള്ളൂ. ഒന്ന് പാലി, PALAE, ആർട്ടിക്, ARCTIC, പാലി ആർട്ടിക് റിലം. 2 ഇൻഡോ മലയൻ, MALAYAN, ഇൻഡോ മലയൻ റിലം. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ഫാളിങ് into the 2 realm called Pali-Arctic realm, Indo-Malayan realm. Okay, what is realm? So ഇങ്ങനെയായിരിക്കും. So India comprising 2 major realms, or Indian geography falling under 2 major realms. What the word realm implies? RFS. ഇതാണ് ഇങ്ങനെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. സിവിൽ സർവീസ് സ്റ്റാൻഡേർഡ്. ഇനി PSC we cannot predict anything across. എനിവേ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും റിലം പറയുന്നത്? എഴുതിക്കോ. സോ ദ വെരി സിമ്പിൾ, വളരെ സിംപ്ലിഫൈ ചെയ്ത് തന്നെ പറയാം. ലാർജ് സ്പേഷ്യൽ ഏരിയ where the entire biota, 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 biological organism, where the entire biota
uniformly share SHARE. See the word realm referring large spatial area where the entire living organism uniformly share. That's what happened in India. Right from Kashmir to Kerala, all the biological organism sharing uniformly within the large geographical or spatial area. We place the word realm. അപ്പോൾ realm അതിനകത്ത് രണ്ട് വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ലാർജ് സ്പേഷ്യൽ ഏരിയ, രണ്ട് ഷെയറിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then you put the word called realm. Okay, I repeat the word. India possessing two major realm, Palearctic and Indo-Malayan realm. രണ്ട്, the word realm referring large spatial area with unified biota is called by the term realm. അങ്ങനെയും പറയും, തെറ്റൊന്നുമില്ല. യൂണിഫൈഡ് ബയോട്ട അല്ലെങ്കിൽ യൂണിഫോമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യാണ് റിലം എന്ന് പറയാം. ഓക്കെ. രണ്ട്, ബയോം. സോ ഇന്ത്യ പൊസസിങ് 5 മേജർ ബയോം. ഇപ്പോൾ 2 റിലമുണ്ട്, 5 ബയോമാണ്. 5 major biome. When I put the word biome, where animals and plants interact with the nature and adapt to live accordingly. അവരോടൊന്നും ശ്രദ്ധിക്കണം. Biome means plants and animals interact with the environments and adapt to live accordingly. അതനുസരിച്ച് ജീവിച്ചു. അപ്പോൾ എൻ്റയർ പ്ലാന്റ്സും അനിമൽസും ഇൻട്രാക്ടിങ് വിത്ത് ദ എൻവിറോൺമെൻറ്റ്സ് ആൻഡ് അഡാപ്റ്റിംഗ് ദ സെയിം ഫോർ ദിയർ സർവൈവൽ. അവന് ജീവിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്ത് കളയും. അങ്ങനെ ആണെങ്കിൽ ആ സോണിന് പറയുന്ന പേരാണ് ബയോം എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഐ റിപ്പീറ്റ് ദ വേർഡ്. ദ എൻ്റയർ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് interact with the environments, make it suitable or adaptable for their survival. You place the word bio. Okay. ഒന്ന് നമുക്ക് ആഗോള ഭയം പറയാം. ഒന്ന് ട്രോപ്പിക്കൽ ഹ്യൂമിഡ്. ട്രോപ്പിക്കൽ ഹ്യൂമിഡ് HUMID. രണ്ട് ട്രോപ്പിക്കൽ ഡ്രൈ. ട്രോപ്പിക്കൽ ഡ്രൈ. മൂന്ന് ഡെസേർട്ട് ആൻഡ് സെമി ഡെസേർട്ട്. നാല് കോണിഫേഴ്സ്. അഞ്ച് ആൽപൈൻ മെഡോ. ആൽപൈൻ ALPINE. ആൽപൈൻ മെഡോ MEADOW. അപ്പോൾ ആകെ നമുക്ക് 5 ബയോമാ ഉള്ളത്. ഒന്ന് ഹ്യൂമിഡാണ്, ഒന്ന് ഡ്രൈ ഡെസേർട്ടും സെമി ഡെസേർട്ടും വരും. 3 കോണിഫേഴ്സാണ്. 4 ആൽപൈൻ ALPINE മെഡോ MEADOW. 5 ബയോമാണ്. ഈ ബയോമിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും അനിമൽസും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ടിങ് വിത്ത് ദ എൻവിറോൺമെന്റ്, make it suitable for their existence. We brand the word bio. Okay, clear? The third word is biogeographical region. India possesses 5 biogeographical regions. India 10 biogeographical region ഇന്ത്യയിലുള്ളത്. 10. അപ്പോൾ എന്താണ് ബയോജോഗ്രഫിക്കൽ റീജിയൻ? നോക്കാം, വേർഡ് നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈസ് കോൾഡ് വിത്ത് ദ ടേം ബയോജോഗ്രഫിക്കൽ റീജിയൻസ്. പ്ലാന്റ് ആണെങ്കിൽ ഫൈറ്റോ ജോഗ്രഫി എന്ന് വിളിക്കാം, അനിമൽ ആണെങ്കിൽ സൂ ജോഗ്രഫി എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ വേർഡിൻ്റെ മീനിങ് എല്ലാം മാറി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്
in the geographical region of India is called by the term biogeographical regions. About the distribution of plants and animals along the geography of India or geography is called by the term biogeographical region. അപ്പോൾ അതിൻ്റെ വേർഡ് കീവേഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേർഡ് ലാർജ് സ്പേഷ്യൽ ഏരിയ വിത്ത് യൂണിഫൈഡ് ബയോട്ട. രണ്ടാമത്തെ വേർഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ interacting with the environment, make it suitable for their existence. മൂന്ന്, distribution of plants and animals is called by the term biogeographical regions. Okay, ഇന്ത്യയിൽ 10 എണ്ണമാണ് ഉള്ളത്. നോട്ട് ചെയ്തോളൂ. ഒന്ന്, ട്രാൻസ് ഹിമാലയ. രണ്ട്, ഹിമാലയ. 3, the Gangetic Plain. 4, Deccan Plate. 5, Coast. Coast. 6, Western Ghats. 7, desert. 8, North Eastern India. 9th one, islands. Then one more one. Okay, ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുതരാം. അപ്പം ദീസ് ആർ ദ കമ്പോണൻസ്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുതരാം. സോ അപ്പോൾ ഈ ഇന്ത്യ ഹാവ് ഗോട്ട് 10 biogeographical regions. If you go through the data bank of India, all the plants or animals are distributed in all the 10 regions. അപ്പോൾ അത് ട്രാൻസ് ഹിമാലയ ആവാം, കോസ്റ്റൽ റീജിയൻ ആവാം, ഐലൻഡ് ആവാം, ഇപ്പം നിക്കോബാർ ഐലൻഡ്സ് അവിടെ കാണുന്ന പ്ലാന്റും അനിമലും, വെസ്റ്റേൺ ഗാട്സ് ആവാം, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആവാം, പിന്നെന്താണ് നമ്മളെ ഡെക്കാൻ പ്ലേറ്റോ ആവാം, ഗാൻജറ്റിക് പ്ലെയിൻസ് ആവാം, ഡെക്കാൻ പ്ലേറ്റോ അതിനകത്ത് വരും, ഡെക്കാൻ പ്ലേറ്റിനകത്ത് വരും, ഗാൻജറ്റിക് പ്ലെയിൻസ് ആവാം, ഡെക്കാൻ പ്ലേറ്റ് ആവാം, ഒന്നോർ വരുന്നില്ല, പറഞ്ഞുതരാം. സോ എനിവേ ദേ സീൻ അക്രോസ് ദ കമ്പോണൻസ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പേരാണ് എന്ത് പറയാം. ഓക്കെ, അടുത്ത വാക്ക് നോക്കുക. ഫർദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോജോഗ്രഫിക്കൽ റീജിയൻ ബേസ്ഡ് അപ്പോൺ ബയോസിസ്റ്റമാറ്റിക് or ecosystematics is called by the term biogeographical provinces. ഈ പറയുന്ന ട്രാൻസ് ഹിമാലയ, കോസ്റ്റ്, ഐലൻഡ് എന്ന് പറഞ്ഞ കാര്യങ്ങളെ പിന്നെയും ഞാൻ ക്ലാസിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏത് ബേസിലായിരിക്കും? എക്കോസിസ്റ്റമാറ്റിക്സ് വെച്ചിട്ടോ ബയോസിസ്റ്റമാറ്റിക് വെച്ചോ ക്ലാസിഫൈ ചെയ്താൽ I place the word called biogeographical provinces. The classification of biogeographical region based upon ecological or biological characters. Simplify the പറയുമ്പോൾ classification of biogeographical regions based upon ecological or biological characters. അവിടെയാണെങ്കിൽ എവർഗ്രീൻ, സെമി എവർഗ്രീൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നൊക്കെ അതിനകത്ത് കയറി പോകുന്നത്. ബയോജോഗ്രഫിക്കൽ റീജിയനെ പിന്നെയും ക്ലാസിഫൈ ചെയ്ത് പോയാൽ എന്ത് പറയണം? ബയോജോഗ്രഫിക്കൽ പ്രോവിൻസ് എന്ന് പറയണം. അതെന്തായാലും എക്സാമ്പിൾ പഠിക്കേണ്ടത്. കാരണം ഇന്ത്യ കംപ്രൈസ് ചെയ്യും 25 നമ്പേഴ്സ്, 25 അതിനകത്ത്. അപ്പോൾ 25 വരുന്ന എന്തായിരിക്കും? ട്രാൻസ് ഹിമാലയ 4 ബയോജോഗ്രഫിക്കൽ പ്രോവിൻസ് ഉണ്ട്. ഇനി ഓരോന്നിനും എന്ത് ചെയ്യും? ഫർദർ എന്ത് ചെയ്യും? ഏത് ബേസിലായിരിക്കും? എക്കോളജിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം. വി കോമൺലി കോൾഡ് ബയോജോഗ്രഫിക്കൽ പ്രോവിൻസസ്. രണ്ടാമത്തെ പോയിന്റ്
ആദ്യം വാട്ട് ആർ ഡിഫറെൻറ്റ് ബയോഡൈവേഴ്സിറ്റി ലെവൽസ്, രണ്ട് വാട്ട് ആർ ദ മേജർ റീജിയൻസ് ഓഫ് ഇന്ത്യ വിച്ച് മേ ബി റിലം. ഈ പറയുന്ന പ്രോവിൻസ് മുഴുവൻ ഇതിനകത്ത് കയറിപ്പോവും, ഇത് മുഴുവൻ ഇതിനകത്ത് കയറിപ്പോവും, ഇത് ഇതിനകത്ത് കയറിപ്പോവും. ഇപ്പോൾ ഇന്ത്യ ബയോം കിടക്കുന്ന എവിടെയായിരിക്കും? ഇൻഡോ മലൈൻ റിലത്തിനകത്തും പാലി ആർട്ടിക് റിലത്തിനായിരിക്കും. ഓക്കെ, ക്ലിയർ.